വളരെ പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു നല്ല പ്രവർത്തനമായി ദയാലുവായ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മനുഷ്യന്മാരും ജീവിക്കുന്ന ആളുകളാണെങ്കിലും ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ വളരെ കുറച്ച് ഉണ്ടാവാറുള്ളൂ. കാരണം ജീവിക്കുന്നത് പോലെ എളുപ്പമല്ല ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത്. ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എന്ന ആലോചനയാണത്. ഒരു ഈച്ചയെ പോലെ, ഒരു പ്രാണിയെ പോലെ, ഒരു കൊതുകിനെ പോലെ കുറച്ചു കാലം ഈ ലോകത്ത് ജീവിച്ച് മരിച്ച് മണ്ണടിയേണ്ട ഒരു ജന്മമാണോ? കുറെ സന്തോഷിച്ച്, കുറെ സങ്കടപ്പെട്ട്, കൂടിച്ചേരലുകളും വേർപിരിയലുകളുമായി, ആഹ്ലാദങ്ങളായി, രസങ്ങളായി, വേദനയായി, കുട്ടിക്കാലമായി, യൗവനമായി, വാർദ്ധക്യമായി അങ്ങനെ തീരുന്ന ഒരു ജീവിതമാണോ? അല്ലെങ്കിൽ അങ്ങനെ തീർന്നു പോകേണ്ട ഒന്നാണോ നമ്മുടെ ഈ ജന്മം എന്ന് ഒരാൾ ആലോചിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം കയറാൻ തുടങ്ങും. അതിന്റെ പേരാണ് ഈ ജീവിത ലക്ഷ്യം എന്നൊക്കെ പറയുന്നത്. അരീക്കോട്ട് വളരെ പ്രസിദ്ധമായ ഒരു തറവാടുണ്ട്. മൂർഖൻ കുടുംബം എന്നാണ് പറയുക. എം ആണ്, മൂർഖൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അവര് വളരെ പ്രസിദ്ധനാണ് അരീക്കോട്ട്. നല്ല പൈസയുള്ള ആളുകളാണ്. അതുപോലെ നല്ല ഫുട്ബോൾ കളിക്കാരുണ്ട് ആ കുടുംബത്തിൽ, ഇപ്പോഴും ഉണ്ട്. 1950-കളിൽ മൂർഖൻ തറവാട്ടിൽ നിന്നൊരു കുട്ടി നാട്ടിൽ നിന്ന് പഠിച്ച് നല്ല റാങ്കോടുകൂടി വിജയിച്ച് അവന് MBBS പഠിക്കാൻ വേണ്ടിയിട്ട് മദിരാശിയിലേക്ക് പോയി. അന്നത്തെ മദിരാശി, ഇന്നത്തെ ചെന്നൈ. മദിരാശിയിലെ സ്റ്റാൻലി എന്ന് പറഞ്ഞൊരു മെഡിക്കൽ കോളേജിലാണ് അവൻ പഠിക്കാൻ വേണ്ടി പോയത്. അങ്ങനെ അവൻ MBBS കഴിഞ്ഞിട്ട് ഡോക്ടർ ആകുമ്പോൾ ഏറനാട്ടിലെ ഒന്നാമത്തെ ഡോക്ടറാണത്. അതിന്റെ മുമ്പ് ഏറനാട്ടിൽ ജനിച്ച ഒരാള് ഡോക്ടറായിട്ടില്ല. വല്ല സ്ഥലത്ത് നിന്നും ഡോക്ടർമാർ ഇങ്ങോട്ട് വരലാണ്. ഏറനാട്ടിൽ ജനിച്ചു വളർന്ന ഒരാള് ആദ്യമായി ഡോക്ടർ ആകുന്നത് ഈ കുട്ടിയാണ്. അങ്ങനെ അവൻ MBBS കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് അവൻ ഡോക്ടർ മാത്രമല്ല ആയത്, അവനൊരു കടുത്ത അവന്റെ ഒരു അധ്യാപകൻ നല്ലൊരു നിരീശ്വരവാദിയായിരുന്നു. ദൈവത്തിൽ ഒന്നും വിശ്വാസമില്ലാത്ത ആളായിരുന്നു. ഈ അധ്യാപകന്റെ സംസാരത്തിലൂടെ, അധ്യാപകന്റെ വസുവാസിലൂടെയാണ് ഈ കുട്ടിയുടെ മനസ്സിലും പടച്ചോനെതിരെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവനൊരു ദൈവനിഷേധിയായിട്ടാണ് ആ കോളേജിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. കോളേജിൽ നിന്ന് റാങ്കൊക്കെ മേടിച്ചു. നല്ല റാങ്കോട് കൂടി ജയിച്ചത് കൊണ്ട് അവന് തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളിയിലെ ജില്ലാ ആശുപത്രിയിൽ ജോലി കിട്ടി. നല്ല ശമ്പളത്തിൽ ജോലി കിട്ടി. പക്ഷേ അവൻ ആ ജോലി സ്വീകരിച്ചില്ല. ജോലി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവന് നാട്ടിലേക്ക് വന്നു. അരീക്കോട്ടേക്കല്ല, നിലമ്പൂരിലേക്കാണ് വന്നത്. നിലമ്പൂരിൽ വന്നിട്ട് അവന് ആദ്യം ചെയ്യുന്നത് നിലമ്പൂരിൽ ഒരു ക്ലബ്ബ് ഉണ്ടാക്കി. നിലമ്പൂരിലേക്ക് വരാനുള്ള കാരണം എന്താണെന്നറിയോ? നിലമ്പൂരിൽ അന്ന് ഒരുപാട് നാടക ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, നാടകശാലകൾ ഉണ്ടായിരുന്നു, ഒരുപാട് നടീനടന്മാരുണ്ടായിരുന്നു. അപ്പൊ നാടകത്തോടും അഭിനയത്തോടൊക്കെ ഈ വിദ്യാർത്ഥിക്ക്, ഈ ഡോക്ടർക്ക് വലിയ ആവേശമാണ്. അപ്പൊ നാടകം കളിക്കാനും നാടകങ്ങൾ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇയാൾ നിലമ്പൂരിലേക്ക് വരുന്നത്. അങ്ങനെ നിലമ്പൂരിൽ വന്നിട്ട് ഒരു ക്ലബ്ബ് ഉണ്ടാക്കി. കൂട്ടത്തിൽ അവനൊരു ക്ലിനിക്കും ഇട്ടു. ഡോക്ടറാണല്ലോ, പരിശോധിക്കാൻ വേണ്ടിയിട്ടൊരു ക്ലിനിക്കും അവിടെ ഇട്ടു. അവന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ട്. അവന് ഡോക്ടർ എന്നതിനേക്കാൾ പ്രസിദ്ധനായത് ഒരു നാടകക്കാരൻ എന്ന നിലക്കാണ്. ഒരുപാട് നാടകങ്ങൾ എഴുതി. ഒരു നാടകത്തിന്റെ പേര് ഈ ദുനിയാവിൽ ഞാൻ ഒറ്റക്കാണ് എന്നാണ്. ഈ ദുനിയാവിൽ ഞാൻ ഒറ്റക്കാണ്. ഈ ദുനിയാവിൽ ഞാൻ ഒറ്റക്കാണ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പടച്ചോൻ ആവശ്യമില്ല എന്നാണ്. എനിക്ക് ഉമ്മയോ ഉപ്പയോ കുടുംബങ്ങളോ സ്വർഗ നരകങ്ങളോ ഒന്നും ആവശ്യമില്ല എന്നാണ് ആ നാടകത്തിലെ നായകനെ കൊണ്ട് ഈ ഡോക്ടർ പറയിപ്പിക്കുന്നത്. ഇസ്ലാമിനെതിരെയൊക്കെയുള്ള വളരെ കടുത്ത ആക്ഷേപങ്ങളുള്ള നാടകങ്ങളാണ് ഈ ഡോക്ടർ എഴുതിയത്.
ഒരുപാട് നാടകങ്ങൾ എഴുതി. ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്കുക എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായൊരു നാടകമുണ്ട്. നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു. കൊണ്ടോട്ടിയിൽ മത്സരിച്ചു, നിയമസഭയിലേക്ക് പരാജയപ്പെട്ടു. മഞ്ചേരിയിൽ മത്സരിച്ചു, കായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബിനെതിരെ പാർലമെന്റിലേക്ക്, അവിടെയും പരാജയപ്പെട്ടു. പക്ഷെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ പ്രസിദ്ധനായി ഇയാള്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതി, ഇസ്ലാമിനെതിരെയൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ നാട്ടിനടുത്ത് നിലമ്പൂര് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഒരു ചെറിയ ഗ്രാമത്തില് ഒരു സംഭവം ഉണ്ടായി. എന്താണ് സംഭവം? ഒരു പെൺകുട്ടി, മുസ്ലിമായൊരു പെൺകുട്ടി മുസ്ലിം അല്ലാത്ത ഒരാളുമായിട്ട് പ്രണയത്തിലാവുകയും അങ്ങനെ ആ പ്രണയം മതപരമായ കാരണങ്ങൾ പറഞ്ഞ് അവർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കാതെ വരികയും ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി. മരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച കാര്യമാണ്. അത് വലിയ ചർച്ചയായി അന്ന് നാട്ടില്. ഈ ഡോക്ടറുടെ മനസ്സിൽ അതെങ്ങനെയാണ് ചർച്ചയായതെന്ന് വെച്ചാൽ, ഡോക്ടർ ആലോചിക്കണത് അതിനെക്കുറിച്ചൊരു നാടകം എഴുതാമെന്നാണ്. ആ പ്രണയത്തെക്കുറിച്ചും ആ കുട്ടിയുടെ ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ചും ഒക്കെ ഒരു നാടകം എഴുതാൻ വേണ്ടിയിട്ട് ഒരു പാതിരാ സമയത്ത് നിലമ്പൂരിലെ ബംഗ്ലാവ് കുന്നിലുള്ള ആ ഡോക്ടറുടെ ചെറിയ വീടിന്റെ ഉള്ളിലിരുന്നിട്ട് അയാൾ ആ പാതിരാത്രിയിൽ നാടകം എഴുതാൻ തുടങ്ങുകയാണ്. ആ പെൺകുട്ടിയുടെ പേര് ആയിഷ എന്നാണ്. നാടകത്തിന് പേരിട്ടു ആയിഷ. അങ്ങനെ ആ സംഭവങ്ങൾ ഇങ്ങനെ എഴുതി വരാം, ഓരോ സീനായിട്ട്. ആ നാടകത്തെ കുറിച്ച് നാടകം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇയാള് തന്നെ പിന്നീട് പറയാണ്, ഞാൻ ഓരോ സീനുകൾ എഴുതി അവസാനം ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന രംഗം എഴുതുകയാണ് ഞാൻ. ആ രംഗം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് എഴുതാൻ കഴിയണില്ല എത്ര വിചാരിച്ചിട്ടും. പെണ്ണെടുത്താൽ എഴുത്തു വരും, പക്ഷെ എനിക്കന്ന് എഴുത്തു വരുന്നില്ല. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ആ സംഗതി, ആ സമയം എനിക്ക് എഴുതാൻ പറ്റണില്ല. എന്താണ് എഴുതാൻ പറ്റാത്തതിന്റെ കാരണം? അതിന്റെ കാരണം അയാൾ പറയണത് എന്താണെന്നറിയോ? അയാൾ പറയാണ്, ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് ഈ പെൺകുട്ടി എങ്ങാനും മരിച്ചു പോയാൽ, പിന്നെ ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് ഇയാൾ ആലോചിക്കുന്നത്. ഒന്നും സംഭവിക്കണില്ലേ? ഒരു ഈച്ചയെ പോലെ, ഒരു പ്രാണിയെ പോലെ, ഒരു കൊതുകിനെ പോലെ മരിച്ചു മണ്ണടിയുന്ന ജന്മമാണോ മനുഷ്യന്റെ ജന്മം? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ കുറെ ആളുകളെ ശത്രുവാക്കുന്നത്? എന്തിനാണ് കുറെ ആളുകളെ വിമർശിക്കുന്നത്? എന്തിനാണ് കുറെ ആളുകളെ, മതത്തെ, പടച്ചവനെ, ഇസ്ലാമിനെ ഒക്കെ ഞാൻ എന്തിനാ വിമർശിക്കുന്നത്? അതിന്റെ കാര്യം എന്താണ്? മുസ്ലിങ്ങൾ ഞാനും ഒക്കെ മരിച്ചുപോയാൽ ഒരുപോലെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അവരെ ശത്രുവാക്കുന്നത്? ഇതാണ് അയാൾ ആലോചിക്കുന്നത്. അദ്ദേഹം പറയാണ്, മരിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കും എന്നല്ല ഞാൻ ആലോചിച്ചത്, എനിക്ക് എന്ത് സംഭവിക്കുന്നതാണ്. ഒന്നും സംഭവിക്കണില്ലെങ്കിൽ ഇതിനൊന്നും അർത്ഥമില്ലല്ലോ. പക്ഷെ എനിക്കൊരു ഉത്തരം കിട്ടി. എന്താണ് ഉത്തരം? എന്തോ സംഭവിക്കുന്നുണ്ട്. അതാണ് ഉത്തരം. ഈ ഒരു സംഭവം ഇയാളുടെ മനസ്സിൽ വല്ലാതെ, ആ നാടകം അയാൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പൂർത്തിയാക്കാത്ത ആ നാടകവും ആയിഷ എന്ന ആ പെൺകുട്ടിയും ഇന്നും നിലമ്പൂരിലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നിലമ്പൂർ ആയിഷ എന്ന പ്രസിദ്ധയായ കലാകാരിയുടെ ജീവിതമായിരുന്നത് അന്നത്തെ. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വേറൊരു സംഭവം കൂടി ഉണ്ടായി. ഇദ്ദേഹത്തിന്റെ അടുത്ത് ഡോക്ടറാണല്ലോ ഇദ്ദേഹം. നിലമ്പൂരിന്റെ ഏതോ ഉൾഗ്രാമത്തിൽ നിന്ന് ഒരു ഹരിജനായ വൃദ്ധൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. വിദ്യാഭ്യാസമൊന്നുമില്ല, ഒരു സ്കൂളിലും പഠിച്ചിട്ടില്ലാത്ത, ഒരക്ഷരം വായിക്കാൻ അറിയാത്ത ഒരു പാവം ഹരിജനായ വളരെ പ്രായം ചെന്ന ഒരാൾ ഈ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നു. ഇദ്ദേഹത്തിന്റെ കാലിന് വലിയൊരു പഴുപ്പുണ്ടായിരുന്നു, അത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഡോക്ടർ പഴുപ്പൊക്കെ പരിശോധിച്ചിട്ട് ഇയാൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല വേദന ഉണ്ടല്ലേ? ആ ഉണ്ട്. എന്നൊരു കാര്യം ചെയ്യാം, നമ്മൾക്കൊരു ഇഞ്ചക്ഷൻ ചെയ്യാം, ഒരു സൂചി അടിക്കാം, വേദന പെട്ടെന്ന് മാറും. ഇയാൾ പറഞ്ഞു, അത് വേണ്ട ഡോക്ടറെ, സൂചി അടിക്കണ്ട. എത്ര നിർബന്ധിച്ചിട്ടും ഇയാള് സൂചി വെക്കാൻ സമ്മതിക്കണില്ല. അപ്പൊ ഡോക്ടർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് സൂചി വെക്കാൻ പേടിയിട്ടാ? ഇല്ല, എനിക്ക് പേടിയിട്ടൊന്നുമല്ല. പിന്നെന്താ? ഡോക്ടറെ, എന്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് തരാനുള്ള ഫീസ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ, അല്ലാതെ സൂചി വെക്കാനുള്ള പൈസ എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അതാ പ്രശ്നം. അതൊരു പ്രശ്നമല്ലല്ലോ, നിങ്ങൾ പിന്നെ വരുമ്പോ തന്നാ പോരെ. അതിന് ഞാൻ പിന്നെ വരുന്ന ഉറപ്പില്ലല്ലോ ഡോക്ടറെ, എന്റെ അവസ്ഥ ഇതാണ്.
എന്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാൻ എങ്ങനെ പിന്നെ വരുന്ന ഉറപ്പില്ലല്ലോ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അത് സാരമില്ല, നിങ്ങള് പിന്നെ വരുമ്പോ തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പോയാ പോരെ എന്ന് ചോദിച്ചു. പിന്നെ വരുമ്പോ തരാന്ന് പറഞ്ഞിട്ട് പിന്നെ പോയാ പോരെ, സൂചി വെക്കല്ലേ. അപ്പൊ ഇയാള് പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ അങ്ങനെ പറഞ്ഞു പോയാൽ എനിക്കറിയാം ആ ₹1 വേണ്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് ഡോക്ടർ വരൂല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാനങ്ങനെ പറഞ്ഞു പോയാല്, ഡോക്ടറെ പറ്റിച്ചാല് മുകളിലിരിക്കണ ഒടയ തമ്പുരാനത് കാണൂലേ എന്നാ ചോദിച്ചത്. ആരോടാ ചോദിക്കുന്നത്? ഏറനാട്ടിലെ 1ാമത്തെ ഡോക്ടറോടാ ചോദിക്കണേ. ആരാ ചോദിക്കണേ? ഈ കാലം വരെ ഒരു സ്കൂളിൽ പോയിട്ടില്ലാത്ത, ഒരു അധ്യാപകന്റെ മുന്നിൽ ഇരുന്നിട്ടില്ലാത്ത, ഒരു അക്ഷരം വായിച്ചിട്ടില്ലാത്ത നിലമ്പൂരിന്റെ ഏതോ ഉൾഗ്രാമത്തിൽ നിന്നുള്ളൊരു പാവം ഹരിജനായ വൃദ്ധനാണ് ചോദിക്കുന്നത്, അങ്ങനെ ഞാൻ ഡോക്ടറെ പറ്റിച്ചു പോയാൽ മുകളിലിരിക്കണ ഒടയ തമ്പുരാൻ അത് കാണുകയില്ലേ എന്ന്. ഈ ഡോക്ടർ പറയാണ്, ആ മനുഷ്യന്റെ ആ വാക്ക് എന്റെ ചെവിയിലല്ല വന്ന് തട്ടിയത്, എന്റെ ഉള്ളിലാണ് വന്ന് തട്ടിയത്. അങ്ങനെ ഒരു ഒടയ തമ്പുരാൻ ഇല്ല എന്നാണ് ഈ കാലം വരെ ഈ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത്. നാടകങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഈ ഡോക്ടർ ഈ കാലം വരെ വാദിച്ചത് എന്താണ്? ഇങ്ങനൊരു പടച്ചോൻ ഇല്ല എന്നാണ്. പിന്നെ ആര് പറഞ്ഞു കൊടുത്തു ഈ പാവം മനുഷ്യനോട് അങ്ങനെ ഒരു പടച്ചനുണ്ട് എന്ന്? ഒരു മതപ്രഭാഷണവും ഇയാൾ കേട്ടിട്ടുണ്ടാവില്ല, ഒരു മതഗ്രന്ഥവും ഇയാൾ വായിച്ചിട്ടുണ്ടാവില്ല, ഖുർആനോ ഗീതയോ ബൈബിളോ ഒന്നും ഇയാൾ വായിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എങ്ങനെ അറിഞ്ഞു ഒരു പടച്ചോനുണ്ട് എന്ന്? ആ ഡോക്ടർ പറയാണ്, എന്റെ മനസ്സിനെ ആകെ മാറ്റിക്കളഞ്ഞ സംഭവമാണ് ആ പാവം മനുഷ്യന്റെ വാക്ക്. അദ്ദേഹം ഒരാളെ കാണാൻ വേണ്ടി പോയി. നിലമ്പൂരിലെ പള്ളിയിൽ അന്ന് ഖുത്ബ പറയാറുണ്ടായിരുന്ന KC അബൂബക്കർ മൗലവിയെ കാണാൻ പോയി. KC അബൂബക്കർ മൗലവിയെ കളിയാക്കിയിട്ടാണ് ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്കി എന്ന നാടകം ഇയാൾ എഴുതിയത്. KCയുടെ പ്രഭാഷണം കേട്ട ആളുകൾ ഇവിടെ ഉണ്ടാവും, ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം വളരെ ഒരു ചരിത്ര പണ്ഡിതനും ശാസ്ത്ര പണ്ഡിതനൊക്കെയാണ്. പക്ഷെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ശൈലി തനി ഏറനാടൻ മാപ്പിള മലയാളമാണ്. ഇജ്ജ് കജ്ജ് എന്നൊക്കെ പറയുന്ന മലയാളമാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത്രയും ഗൗരവമുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ KC ഇവർക്ക് വലിയൊരു തലവേദനയായിരുന്നു. ഇവര് ഇസ്ലാമിനെതിരെയൊക്കെ വിമർശിച്ച് നാടകങ്ങൾ എഴുതുമ്പോ KC അതിന് മറുപടി പറയുന്നത് പ്രഭാഷണങ്ങളിലാണ്, ഖുതുബകളിലാണ്. ആളുകളുടെ മനസ്സിലുള്ള വസ്വാസുകളെ KC വളരെ മനോഹരമാക്കി ഇല്ലാതെയാക്കും. അപ്പൊ KC ഇവരുടെ വലിയൊരു ശത്രുവായിരുന്നു. പക്ഷെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായപ്പോ ഈ ഡോക്ടർ ആദ്യം പോകുന്നത് KCയുടെ അടുത്തേക്കാണ്. KC ഇയാളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് ഇയാൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. KC ഇയാളെയും കൊണ്ടുപോകുന്നത് ഉമർ മൗലവിയുടെ അടുത്തേക്കാണ്. അതുപോലെ തന്നെ മഹാനായൊരു പണ്ഡിത വ്യക്തിത്വമാണ് മർഹൂം ഉമർ മൗലവി റഹ്മഹുല്ലാ. ഉമർ മൗലവിയുടെയും KC അബൂബക്കർ മൗലവിയുടെയും ചില ചോദ്യങ്ങളുടെ മുന്നിൽ ഏറനാട്ടിലെ 1ാമത്തെ ഡോക്ടർക്ക് ഉത്തരം കിട്ടിയില്ല. KC അദ്ദേഹത്തോട് വായിക്കാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു തീനാണ്. സൂറത്തു തീൻ വായിച്ചാൽ ഒരാൾക്ക് മനസ്സിലാകും, ഒരായുസിന്റെ അർത്ഥം മുഴുവനും ഒരൊറ്റ അധ്യായത്തിന്റെ ഉള്ളിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. ചെറിയ ഒരധ്യായമാണ്, വളരെ കുറച്ച് വാക്കുകളേ ഉള്ളൂ. വത്തീനി വസ്സൈത്തൂൻ എന്ന് തുടങ്ങിയിട്ടുള്ള മനോഹരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ അധ്യായം. ഇദ്ദേഹം ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾക്ക് മനസ്സിലാവാണ് ഈ ജീവിതത്തിന്റെ വലിയൊരു അർത്ഥം ഇയാൾക്ക് മനസ്സിലാകുക. പരലോകം എന്നൊരു യാഥാർത്ഥ്യമാണ് സൂറത്തു തീനിൽ പറഞ്ഞിരുന്നത്. അത്തിമരം എന്നത് സത്യമാണെങ്കിൽ, ഒലിവ് എന്നത് സത്യമാണെങ്കിൽ, മക്ക എന്ന ദേശം സത്യമാണെങ്കിൽ, അതുപോലെ സത്യമാണ് ഇനി പറയുന്ന കാര്യങ്ങൾ. അതാണ് സൂറത്തു തീനിൽ പറയുന്ന വിഷയം. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ആ അധ്യായത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇയാളുടെ മനസ്സിനെ ആകെ മാറ്റുന്നത്. അങ്ങനെ 1960കളുടെ അവസാനം പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജിന്റെ ഒരു വാർഷിക സമ്മേളനത്തിലെ സമാപന വേദിയിൽ ഈ ഡോക്ടർ കയറി വരുന്നു. എന്നിട്ട് മൈക്കിന്റെ മുന്നിൽ വരുന്നു. സൂറത്തു തീൻ മനോഹരമായി വായിച്ച് അർത്ഥം പറഞ്ഞ് വിശദീകരിക്കുന്നു. ആ പ്രഭാഷണത്തിന്റെ അവസാനം ആകാശ ലോകങ്ങൾക്കിടയിലെ ഏറ്റവും നല്ല വചനം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുരുവിട്ട് അദ്ദേഹം തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ മതം മാറുക എന്നല്ല അതിന്റെ അർത്ഥം, മാർഗത്തിൽ കൂടുക എന്നല്ല അതിന്റെ അർത്ഥം. അവനവന്റെ തറവാട്ടിലേക്ക് തിരിച്ചു വരിക എന്നാണ്.
തറവാട്ടിൽ നിന്ന് പല കാരണങ്ങളാൽ അകന്നുപോയ ഒരാൾ അതേ തറവാട്ടിലേക്ക് തിരിച്ചു വരലാണ് ഇസ്ലാമിലേക്ക് വരിക എന്ന് പറയുന്നത്. അത് ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്നത് ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമേ അല്ല. ഇസ്ലാം അങ്ങനെ കാണുന്നേ ഇല്ല. നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുറ്റമാണ്. ഏതോ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്നത് വല്ലാതെ ആഘോഷിക്കപ്പെടേണ്ട കാര്യമല്ല. പക്ഷെ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നതിന്റെ കാരണം എന്താണ്, അത് നമുക്ക് പരിശോധിക്കാം. അത് വീണ്ടും വീണ്ടും പറയാം. അത് കൂടുതൽ ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന വിധത്തിൽ ആ വിഷയം പറയാം. അതല്ലാതെ ഒരാൾ വന്നു എന്നുള്ളത് ആ കടന്നുവരവ് ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ അധികം ഉണ്ടാവില്ല. ജീവിതത്തെ കുറിച്ചുള്ള ഈ ഒരു ആലോചനയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ നമുക്ക് തരുന്നത്. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞു തരുന്ന ഒരു സംഭവമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരാളെ ഒരു വന്യജീവി ഓടിക്കുന്നു. ഒരു സിംഹം ഒരാളുടെ പിന്നാലെ കൂടുന്നു. അങ്ങനെ ഇയാൾ പേടിച്ച് ഓടുകയാണ്, ജീവനും കൊണ്ട് ഓടുകയാണ്. ജീവനും കൊണ്ട് ഓടുന്ന സമയത്ത് ഇയാളുടെ പിന്നാലെ ആ സിംഹമുണ്ട്. ഇയാൾ ഓടുന്നതിനിടയിൽ വലിയൊരു കിണറ്റിൽ പോയിട്ട് വീഴുന്നു. വലിയൊരു പൊട്ടക്കിണറ്റിൽ പോയിട്ട് ഇയാളിങ്ങനെ ഉതിർന്ന് വീഴുന്നതിനിടയിൽ അയാൾക്ക് 2 വള്ളിയിൽ പിടിക്കാൻ കഴിഞ്ഞു. താഴേക്ക് വീണില്ല. അയാള് വല്ലാത്ത ആശ്വാസമായി. അങ്ങനെ കിതപ്പ് മാറിയിട്ട് അയാള് ആ കിണറിന്റെ താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് കിണർ നിറയെ വലിയ പാമ്പുകളാണ്. ഒരാളെ കിട്ടിയാല് കൊത്തി തിന്നാൻ കാത്തിരിക്കുന്ന വലിയ കാളസർപ്പങ്ങളാണ് ആ കിണറിന്റെ താഴെയുള്ളത്. ഇയാൾക്ക് പേടി കൂടി. മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് അയാളെ ഓടിച്ച സിംഹം അവിടെ തന്നെ കാത്തിരിക്കുന്നുണ്ട്. പേടി പിന്നെയും കൂടി. പിന്നെ ഇയാള് ശ്രദ്ധിച്ചത്, ഇയാൾ പിടിച്ചിരിക്കുന്ന 2 വള്ളികളുണ്ടല്ലോ, ഒരു വള്ളിയിൽ ഒരു കറുത്ത എലിയും മറ്റേ വള്ളിയിൽ ഒരു വെളുത്ത എലിയും ഈ വള്ളികളെ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അയാളുടെ പേടിയുടെ ആഴം എത്ര വലുതായിരിക്കും. ഹൃദയം തകർന്നു പോകുന്ന ഒരവസ്ഥയാണ്.